ആശിച്ച് മോഹിച്ച് ആഗ്രഹിച്ചൊരു സാധനം കഴിക്കാനുള്ള പോക്കാട്ടോ. ഷോപ്പ് എവിടെയാണെന്നും കറക്റ്റായിട്ട് അറിയില്ല. ചോദിച്ച് പോവാലോ. ഇവിടെ എവിടെയോ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. ആ എത്തിട്ടോ. അടിപൊളി പണി കിട്ടി മക്കളെ. ഷോപ്പ് തുറന്നിട്ടില്ല. ഇൻസ്റ്റയിലൊരു സ്റ്റോറി കണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ. അല്ലെങ്കിലും വല്ലാണ്ട് പ്ലാൻ ചെയ്താലേ ഒന്നും നടക്കില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തേലും കഴിക്കാതെ പോകരുതല്ലോ. തൊട്ടടുത്തുള്ള നൂർ കഫേയിൽ കയറിയിട്ടോ. ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് മുകളിലേക്ക് മാറിയിരുന്നു. ഐറ്റംസൊക്കെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഓർഡർ ആക്കിയത്. എനിക്ക് ഈ വക ഐറ്റംസ് ഒന്നും കഴിച്ച് വലിയ ശീലമില്ല കേട്ടോ. പുറത്തു പോയാൽ ആകെ കഴിക്കുന്നത് മന്തിയും ബിരിയാണിയും മാത്രമാണ്. നല്ല പാൽക്കപ്പയും ബീഫായിരുന്നു. കാശ് കൊടുത്ത് വാങ്ങിയതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ. ബീഫ് ഒരു രക്ഷയില്ല മക്കളെ, അത്രയും ടേസ്റ്റായിരുന്നു. പാസ്ത എന്തോ എനിക്ക് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് തോന്നുന്നു വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു സാധനമാണ് വീട്ടില് ചട്ടിയിലപ്പം ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ഉണ്ടാവാറ്. അതും കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇത് ഞാൻ 10 വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ. കാലങ്ങൾ പോയപ്പോൾ സ്കൂളിലും മാറ്റം വന്നിരിക്കണു. ഞങ്ങളുടെ കൂടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഏരിയ പോയാണാവോ, വരണുണ്ട്. അവിടെ നിന്ന് വരണ വഴിക്ക് കുഞ്ഞാപ്പിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ കയറിയിട്ടോ. ഒരു ദിവസം ലീവ് കിട്ടിയാലേ പിറ്റേ ദിവസം അവന് പോകുമ്പോൾ കരച്ചില്ല. പോക്ക് അറിഞ്ഞിട്ടാണെങ്കിലും വരവ് ചിരിച്ചിട്ടാ.